മാഷേ, ഗവർണർ പറയുന്നു, പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ ചുമതല ഇനി എനിക്കാണ്, അതുകൊണ്ട് കൂടുതൽ അതിൽ ഇടപെടലുകൾ നടത്താൻ ആരും വരണ്ട, നിങ്ങളുടെയൊക്കെ ആ പഴയ രീതി, നിങ്ങളുടെ ആളുകളെയൊക്കെ തിരികെ കയറ്റുന്ന രീതിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ CPIM നേതാവ് പറയുന്നു, ഗവർണറുടെ കളിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഭരണഘടനയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആദ്യം കണ്ടിട്ട് വരുമെന്ന്. പഴയ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ആർലേക്കർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സഹകരിക്കുകയാണെങ്കിൽ സഹകരിച്ച് പോകാം. ഇനി തല്ലിലൂടെയാണ് മറുപടിയെങ്കിൽ അങ്ങനെ പോകാം. ഏത് തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ തന്നെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതൊക്കെ കേട്ട് മുഖ്യനെ മിണ്ടാട്ടം മുട്ടിയെന്ന അവസ്ഥയാണ്. ഈ ഗവർണർക്കാണോ ഇനി മുഴുവൻ ചുമതലയും വിദ്യാഭ്യാസത്തിൻ്റെ? അല്ല, പുതിയ വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മാറ്റം കാണാതിരുന്നിട്ട് കാര്യമില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിൽ കൈകടത്താനായിട്ട് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് UGCയുടെ പുതിയ പ്രഖ്യാപനം. ആ പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ആരെയാണോ വൈസ് ചാൻസലറായിട്ട് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കാനായിട്ടുള്ള പൂർണ്ണ അധികാരം ഗവർണർക്ക് കൈവരുന്ന രീതിയിലേക്ക് നമ്മളുടെ കരട് രേഖ ഏതാണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ സെർച്ച് കമ്മിറ്റി തന്നെയാണ് വൈസ് ചാൻസലറെ നിശ്ചയിക്കുക. പക്ഷേ സെർച്ച് കമ്മിറ്റിയിൽ വരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് മുൻപ് സംസ്ഥാന സർക്കാരാണ് അവരെ തിരഞ്ഞെടുത്തിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അവരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്കോപ്പ് നഷ്ടമായി. കാരണം 3 പ്രതിനിധികളാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത്. അതിൽ 2 പേരും കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികൾ എന്ന നിലക്കും ഒരാൾ സംസ്ഥാന ഗവൺമെൻറ് പ്രതിനിധി എന്ന നിലക്കും വരും. ഇവർ 3 പേരും കൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിൽ നിന്ന് ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിശ്ചയിക്കുന്നത് ഗവർണറാണ്. മുമ്പും അങ്ങനെ തന്നെയാണ് ഗവർണർ ചെയ്തിരുന്നത്. പക്ഷേ ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ സെർച്ച് കമ്മിറ്റിയിലെ മേധാവിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. 3 പേരും സംസ്ഥാന സർക്കാരിൻ്റെ ആളുകളായിരിക്കും. അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ചുമതല മാത്രമാണ് പഴയ കാലത്ത് ഗവർണർക്കുണ്ടായത്. പക്ഷേ പുതിയ സംവിധാനത്തിൽ ഗവർണർക്ക് ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഗവർണറുടെ മുന്നിൽ വരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഗവർണർ നിശ്ചയിക്കുന്ന ലിസ്റ്റായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് ഭരണഘടനയിൽ വരുന്നതായിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ ഒരു ട്രാൻസിഷനാണ്. അത് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിശോധിച്ച് സ്വീകാര്യമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മളുടെ ഭരണഘടനയ്ക്കൊരു ക്വാസി ഫെഡറൽ ക്യാരക്ടറുണ്ട്. ക്വാസി ഫെഡറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അർദ്ധ ഫെഡറൽ സ്വഭാവമാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, കേന്ദ്രത്തിന് അധികാരമുണ്ട്, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരമുള്ള ഒരു മേഖലയുമുണ്ട്. അങ്ങനെയാണ് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റുകളുള്ളത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ സംസ്ഥാനത്തിനും അതുപോലെ കേന്ദ്രത്തിനും ഇടപെടാനായിട്ടുള്ള അധികാരമുണ്ട്. ആർക്ക് കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് ആർക്കും കൂടുതലല്ല, ആർക്കും കുറവല്ല എന്ന നിലക്കാണ് മുൻപ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ അധികാരവും കേന്ദ്രത്തിൻ്റെ കയ്യിൽ എത്തുന്ന തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിയാണോ എന്നുള്ളത് ഭരണഘടനാ വിദഗ്ധർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ അധികാരവും കേന്ദ്രത്തിന് വരുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവകലാശാലകളെല്ലാം തന്നെ നേരിട്ട് കേന്ദ്രത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കൃത്യമായിട്ട് ഇതിലെ മനസ്സിലാക്കി ആസൂത്രണം ചെയ്ത് ദീർഘവീക്ഷണത്തോടെ ഇടപെടാനായിട്ട് മുഹമ്മദ് ആരിഫ് ഖാനും അതുപോലെ ആർലേക്കർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, മുഹമ്മദ് ആരിഫ് ഖാൻ ഇതിനകത്ത് ഒരു ബഹളമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ അധികാരം എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് അദ്ദേഹം ചില ശ്രമങ്ങളൊക്കെ നടത്തി. അതിൻ്റെ പരിമിതികളും അതേപോലെ സാധ്യതകളൊക്കെ പൊതുവെ വെളിപ്പെട്ടു. അങ്ങനെ വെളിപ്പെട്ട സമയത്താണ് ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കി കേന്ദ്രത്തിൻ്റെ എല്ലാ ഇടപെടലുകളും വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കേന്ദ്രം തീരുമാനിക്കുകയും UGCയെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെ അതിനനുസരിച്ച് അവർ ചിട്ടപ്പെടുത്തിയെടുത്തു. അപ്പോൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ കരട് തയ്യാറാക്കിയിരിക്കുന്നത്. കരട് അനുസരിച്ചിട്ട് എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്? ഗവർണറുടെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഗവർണർ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അനിൽകുമാർ സംസാരിക്കുന്നത് മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മുൻകാലത്ത് ശരിയാണ്, അനിൽകുമാർ പറയുന്നത് പോലെ
സംസ്ഥാന ഗവൺമെൻറ്റിനും അതിനകത്ത് നല്ല അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മേലാൽ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ അധികാരം വേണ്ട. അതാണ് ആര് പറഞ്ഞത്? അർലേക്കർ പറഞ്ഞത്. ഇതൊക്കെ ഞാനാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു ഗവർണർ പറയാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് കേന്ദ്രമാണ്, കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന മാതിരിയായിരിക്കും ഇനി കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് എന്നതാണ്. ഇത് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ CPM-നെ അനുകൂലിക്കുന്ന ആളുകളും CPM-നെ എതിർക്കുന്ന ആളുകളും പരിശോധിക്കുന്ന സമയത്ത് CPM-നെ അനുകൂലിക്കുന്ന ആളുകൾ അത് നല്ലതല്ല എന്ന് പറയും, CPM-നെ എതിർക്കുന്ന ആളുകൾ നല്ലതാണെന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലതല്ല. കാരണം ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ, ആരോഗ്യപരമായ രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേന്ദ്രത്തിൻ്റെയും അതേപോലെ സംസ്ഥാനത്തിൻ്റെയും സഹകരണത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ നിർവഹിക്കപ്പെടാൻ പറ്റുന്ന സംവിധാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ആർക്കും മേധാവിത്വമുള്ള തരത്തിലാവരുത് ഈ കാര്യങ്ങൾ. എല്ലാവർക്കും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ. കാരണം സംസ്ഥാന ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിനുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ അതിനുള്ള നേതൃത്വമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത്. അതാണ് ഇതുവരെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് തുടർന്നു പോന്നിരുന്നത്. അപ്പോൾ അതിൽ പക്ഷേ നമുക്കറിയാം കേരളത്തിൽ പലപ്പോഴും ഈ വൈസ് ചാൻസലർ സർക്കാരിൻ്റെ ചട്ടകമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെ എതിർക്കുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ ഒരു ചട്ടകമായിട്ട് ഗവർണർ വൈസ് ചാൻസലർ മാറിക്കഴിഞ്ഞാൽ സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്കിഷ്ടമുള്ളവരുടെ അവരുടെ ബന്ധുമിത്രാദികളെ സ്വജനപക്ഷ പാതികളെ ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പൊതുസമൂഹത്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല, അത് ശരിയുമായിരുന്നില്ല. അതാണ് ശരിക്കും തിരുത്തപ്പെടേണ്ടത്. അത് തിരുത്തപ്പെടുന്നതിന് പകരമായിട്ട് കേന്ദ്രം ഇഷ്ടപ്പെടുന്ന കേന്ദ്രത്തിൻ്റെ സ്വജനപക്ഷപാതികൾ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നല്ലതല്ല. അതാണ് പ്രശ്നം. അതിൻ്റെ അത് കേന്ദ്രത്തിൻ്റെ ആൾ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ സർക്കാർ പലരെയും നിയമിക്കുമ്പോൾ ഈ യുവജന സംഘടനകൾ, സർക്കാരിൻ്റെ യുവജന സംഘടനകൾക്ക് അത്തരം കോളേജുകളിൽ എന്തഴിഞ്ഞാട്ടവും നടത്താമെന്നുള്ള രീതിയിൽ ഈ പഠിക്കാത്തവർ തന്നെ പാസ്സാവുന്ന ഒരു രീതി, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തിരിമറി നടത്തുന്ന രീതി, അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിലൊരു ക്ലാരിറ്റി വരണ്ടേ? തീർച്ചയായിട്ടും അതിന് ക്ലാരിറ്റി വരണം എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ സ്വജനപക്ഷപാതം നിർവഹിക്കാനായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട് സർവകലാശാലകൾ പാടില്ല. അവർക്കിഷ്ടമുള്ള ആളുകൾ, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആളുകൾ, അങ്ങനെ പാർട്ടിയുടെ ആളുകൾ എല്ലാം അവർക്കൊക്കെ കയറി നിരങ്ങാനുള്ള സ്ഥലമായിട്ടല്ല അത് മാറേണ്ടത്. അതിനൊരു അക്കാഡമിക് ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ആ അക്കാഡമിക് ക്യാരക്ടർ അനുസരിച്ച് അക്കാഡമിക് സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ടത് മാറിത്തരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഈ UGCയുടെ കരട് വരുന്ന സമയത്ത് വൈസ് ചാൻസലർ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ചിലത് ഏറ്റവും മികച്ച അക്കാഡമിഷ്യനെ അവിടെ വരുന്ന തരത്തിലുള്ളതല്ല. കാരണം നേരത്തെ 10 വർഷക്കാലം അധ്യാപന രംഗത്ത് പരിചയമുള്ളതായിട്ടുള്ള ആളുകളായിരിക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അവർക്ക് ഡോക്ടറേറ്റും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വേണം. അതൊക്കെ വേണ്ട എന്ന നിലയ്ക്ക് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊന്നും ഗുണകരമായ കാര്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് CPM-ൻ്റെ സ്വജനപക്ഷപാതികൾ വേണ്ട, BJP-യുടെ അല്ലെങ്കിൽ RSSൻ്റെ സ്വജനപക്ഷപാതികൾ മതി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നത് മെച്ചപ്പെട്ട കാര്യമല്ല. അങ്ങനെയല്ല ശരിക്കും സംഭവിക്കേണ്ടത്. ആരുടെയും സ്വജനപക്ഷപാതം നടപ്പിലാക്കാൻ പറ്റാത്ത തരത്തിൽ പെർഫെക്റ്റായിട്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും വിദഗ്ധരുടെയും സർഗാത്മകമായിട്ടുള്ള ശേഷിയുള്ള മനുഷ്യരുടെയും ഒരിടമായിട്ട് സർവകലാശാലകളെ മാറ്റി തീർക്കണം. പക്ഷേ രാഷ്ട്രീയ യുദ്ധങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കൊണ്ടുപോകില്ല. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗവർണർ വരട്ടെ, ഗവർണർ എന്തെങ്കിലും ചെയ്യട്ടെ, ഇതിനെതിരെ ഏത് നടപടി എടുക്കട്ടെ, നല്ലതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഗവർണർ വന്ന് അത് മറ്റൊരു പിണറായിയായി മാറിയാൽ നമുക്ക് ആ ഗവർണറെയും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നടമാടുന്നതായിട്ടുള്ള വൃത്തികേടുകൾ തുടച്ചു മാറ്റാൻ വേണ്ടി വരുന്ന ഒരു സംവിധാനമാണെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം. അതിന് പകരം ഈ വൃത്തികേടുകൾക്ക് പകരം മറ്റു ചില വൃത്തികേടുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനമാണെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടത്തി പുതുതായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കരട് രേഖ അതേറ്റവും പെർഫെക്റ്റാക്കി മാറ്റി UGC നമ്മളുടെ ഈ സംവിധാനത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ തീർച്ചയായിട്ടും അതിനെ നല്ല ഒരു ഉപാധിയും ഉപകരണമായിട്ട് മാറി തീർന്നാൽ
അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംവിധാനമായി മാറും.